നേരെ പോകുന്നത് കൊച്ചിയിലേക്കാണ്. തിയോഫിൻ അവിടെ കാത്തിരിക്കുകയാണ്. തിയോഫിൻ, ഓണത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ളതാണ് തൃക്കാക്കരയപ്പനും തൃക്കാക്കര ക്ഷേത്രവും. ഇപ്പോൾ തൃക്കാക്കരയപ്പൻ ക്ഷേത്രത്തിൽ നിന്ന് തന്നെയാണ് തിയോഫിൻ ചേരുന്നത്. എങ്ങനെയാണ് അവിടുത്തെ ചടങ്ങുകളും ആഘോഷങ്ങളും എല്ലാം പുരോഗമിക്കുന്നത്? ഇത്തവണയും ആയിരക്കണക്കിന് ആളുകളാണ് തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രത്തിൽ എത്തിക്കൊണ്ടിരിക്കുന്നത്, അല്ലേ? രാവിലെ മുതൽ തന്നെ തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രത്തിൽ വലിയ തിരക്കാണ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ തൃക്കാക്കര അപ്പനില്ലെങ്കിൽ പിന്നെ ഓണമില്ല. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് ക്ഷേത്രത്തിൽ നടക്കുന്ന, അല്ലെങ്കിൽ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രാധാന്യം ഓണത്തിന് തൃക്കാക്കര ക്ഷേത്രം തന്നെയാണ്. വലിയ ജനത്തിരക്കുണ്ട്. ആയിരക്കണക്കിന് ആളുകൾ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്കിവിടെ കാണാം ആനകളൊക്കെ നിരന്ന് നിൽക്കുന്നത്. ശീവേലിക്ക് മുന്നോടിയായി ആനകൾ ഒരുങ്ങുന്നതാണ്. നെറ്റിപ്പട്ടമൊക്കെ കെട്ടി ഗജവന്മാരെ തയ്യാറാക്കി നിർത്തിക്കഴിഞ്ഞു. ഇനി ഇതോടനുബന്ധിച്ച് ശീവേലി, അതിനിടയിൽ മേളമൊക്കെ ഉണ്ടാവും. ഇതൊക്കെ കണ്ട് ഒരു വിഭവസമൃദ്ധമായ സദ്യയും കൂടി കഴിച്ചാണ് ആളുകളൊക്കെ മടങ്ങുക. രാവിലെ മുതൽ തന്നെ വലിയ വരി നിന്ന് ആളുകൾ ഇവിടെ ദർശനത്തിനായി എത്തിയത് നമുക്ക് കാണാമായിരുന്നു. പ്രധാന ചടങ്ങ് തൃക്കാക്കര, അതായത് മഹാബലിയെ വരവേൽക്കുന്ന ചടങ്ങാണ്. വാമനമൂർത്തി ക്ഷേത്രത്തിലേക്ക് മഹാബലിയെ വരവേറ്റു. ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത, ഇവിടെ അതായത് ഇത് മഹാക്ഷേത്രമാണ് തൃക്കാക്കര മഹാക്ഷേത്രത്തിൽ രണ്ട് അമ്പലങ്ങളുണ്ട്. ഒന്നിൽ ശിവപ്രതിഷ്ഠയും മറ്റൊന്നിൽ വാമനമൂർത്തിയുമാണ്. നമ്മൾ നിൽക്കുന്നത് വാമനമൂർത്തി ക്ഷേത്രത്തിൻ്റെ അങ്കണത്തിലാണ്. ഇപ്പോൾ ഇവിടെ ഈ ആനകളെ ശിവലിക്കായിട്ട് അങ്ങോട്ട് കൊണ്ടുപോകുന്നതാണ് നമ്മൾ കാണുന്നത്. അതിനിടയ്ക്ക് ഇപ്പോൾ ആനകളെ തയ്യാറാക്കുന്നു. ആനകളെ കാണാനും ഈ ഒരുപാട് പേർ ഇപ്പോഴും ഇവിടെ കാത്തു നിൽക്കുന്നുണ്ട്. ദർശനത്തിന് രാവിലെ മുതൽ പുലർച്ചെ മുതൽ തന്നെ വലിയ തിരക്കായിരുന്നു. മണിക്കൂറുകളോളം കാത്തു നിന്നാണ് ആളുകൾ ദർശനം നടത്തി മടങ്ങിയത്. 8 മണിയോടുകൂടി മാവേലി, അതായത് ഈ മഹാബലിയുടെ ഒരു പ്രത്യേക ഇരിപ്പിടമുണ്ട്. അതായത് വാമനമൂർത്തി ക്ഷേത്രത്തിന് സമീപത്ത് തന്നെ മറ്റൊരിടത്ത് നമുക്ക് കാണാം. ഇപ്പോൾ ദൃശ്യങ്ങളിലേക്ക് നമുക്കത് കാണാൻ കഴിയും. അവിടെ ഒരു ചെറിയൊരു ക്ഷേത്രം പോലെ ഒരു ഭാഗമുണ്ട്. അത് മഹാബലിക്കുള്ള ഇരിപ്പിടമാണ്. അത് കാരണം മഹാബലിക്ക് അങ്ങനെ ഒരു സ്ഥാനം നൽകിയിട്ടുള്ളത് കൂടി ഒരു പ്രത്യേകതയാണ് ഈ ക്ഷേത്രത്തിൻ്റെ. അവിടെ നിന്ന് മഹാബലി ആനയിച്ച് വാമന രൂപം ധരിച്ച ഒരു കുട്ടിയുടെ അകമ്പടിയോടുകൂടി മഹാബലി അവിടെ നിന്ന് സ്വീകരിച്ച് ആനയിച്ച് ക്ഷേത്രം വലം വെച്ച് ക്ഷേത്രത്തിനകത്തേക്ക് സ്വീകരിച്ചു. അതോടുകൂടിയാണ് പ്രധാന ചടങ്ങ് കഴിഞ്ഞത്. അപ്പോഴും ദർശനത്തിനായി ഒരുപാട് പേർ കാത്തു നിന്നിരുന്നു. അതിനുശേഷമാണ് ഇനി ശീവേലിക്കായുള്ള ഒരുക്കങ്ങളൊക്കെ നടക്കുന്നത്. അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പാണ്. അത് കഴിഞ്ഞാൽ വിഭവസമൃദ്ധമായ സദ്യ കൂടി കഴിച്ചിട്ടാവും ആളുകൾ മടങ്ങുക. ഏതായാലും തൃക്കാക്കര ക്ഷേത്രത്തിൽ എത്തുന്നവർക്ക്, പ്രത്യേകിച്ച് തൃക്കാക്കരക്കാർക്ക് തന്നെ പ്രധാന ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ചടങ്ങാണ്. മറ്റുള്ളിടത്തെല്ലാം ഓണം വൈബാവുമ്പോൾ ഇവിടെ കുറച്ച് ഭക്തി കൂടി സമ്മിശ്രമായ രീതിയിലുള്ളൊരു ആഘോഷമാണ്. അങ്ങനെ നമ്മൾ വർണ്ണശബളമായ കാഴ്ചയാണ്. ഗജവീരന്മാർ എല്ലാവർക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട കാഴ്ചയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇപ്പോൾ ഈ മേളത്തിനായുള്ള ആളുകൾ വരുന്നതൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. അവർ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ മേളവും അതോടൊപ്പം തന്നെ ഗജവീരന്മാരെയൊക്കെ കണ്ട് അതിനുശേഷം സദ്യയും കഴിച്ചാവും ആളുകളൊക്കെ മടങ്ങുക. ഒരുപാട് പേർ പല സ്ഥലങ്ങളിൽ നിന്ന് എത്തിയിട്ടുണ്ട്. കുഞ്ഞു കുട്ടികളുണ്ട്, പ്രായമായവരുണ്ട്, പല സ്ഥലത്ത് നിൽക്കുന്നവരൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇവിടെ ക്ഷേത്രത്തിൽ വന്ന് സെൽഫി എടുക്കുന്നവരുണ്ട്. നമുക്ക് ഒരുപാട് പേരെ എങ്ങനെ കാണാൻ കഴിയും. ക്ഷേത്രത്തിൽ വലിയ തിരക്ക് എല്ലാ ഭാഗത്തുമുണ്ട്. ഇനിയും ഇപ്പോഴും ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു. രാവിലെ വന്ന് ജോലിക്ക് പോകേണ്ട ചിലരുണ്ട്. സ്വകാര്യ സ്ഥാപനങ്ങളിൽ ചില ജോലി ചെയ്യുന്നവർ, അവധി കിട്ടാത്തവരുണ്ട്. അങ്ങനെയുള്ളവർ ചിലരൊക്കെ രാവിലെ വന്ന് ക്ഷേത്ര ദർശനം നടത്തി മടങ്ങുകയും ചെയ്യുന്നു. അങ്ങനെയുള്ളവരൊക്കെ നമ്മൾ നേരത്തെ കാണുകയും ചെയ്യുന്നതാണ്. അങ്ങനെ ഒരുപാട് പേർ കുടുംബസമേതം എത്തുന്നവരുണ്ട്. ചില ആളുകൾ തൃക്കാക്കരയിൽ നാടുള്ളവർ തന്നെയുണ്ട്. മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് എത്തിയവരുണ്ട്. വിദേശത്തു നിന്ന് അവധിക്ക് വന്ന് ഓണം ആഘോഷിക്കാൻ വന്നവരുണ്ട്. അവരൊക്കെ പലരും, ചിലർ പതിവായി ഈ തൃക്കാക്കര ക്ഷേത്രത്തിൽ എല്ലാ വർഷവും ഓണത്തിനെത്തുന്നവരുണ്ട്. അതുകൂടാതെ തന്നെ ഈ പറഞ്ഞറിഞ്ഞ്, അല്ലെങ്കിൽ തൃക്കാക്കരയിലെ ഓണം എന്താണ്, ചടങ്ങുകൾ എന്താണെന്ന് കാണാൻ വേണ്ടി സുഹൃത്തുക്കളും മറ്റുള്ളവരൊക്കെ പറഞ്ഞറിഞ്ഞ് എത്തുന്നവരുണ്ട്. ഇപ്പോൾ ശീവേലിക്ക് ഒരുക്കമായി ക്ഷേത്രത്തിന് മുന്നിലും വലിയ തിരക്കുണ്ട്. കുറേ ആളുകൾ നേരത്തെ ദർശനം കഴിഞ്ഞവരൊക്കെ ഒരുപാട് പേർ ഈ ആനയെ കാണാനായി ഇവിടെ എത്തുന്നവരുണ്ട്. ഇപ്പോൾ നമുക്ക് ഈ കുട്ടികളെ കൂടി കാണാം. ഒരു മിനിറ്റ്. കുട്ടികൾ എവിടെ നിന്നാണ് വരുന്നത് മക്കളെ? എവിടെ നിന്നാണ് വരുന്നത്? എവിടെ നിന്നാണ് വീട്? കുഴുവേലിപ്പടി. എന്താ പേര് മോളുടെ? എങ്ങനെയുണ്ട് ഓണമൊക്കെ? ഓണക്കോടിയൊക്കെ എടുത്തോ? എന്താ മോന്റെ പേര്? എവിടെന്നാ? ഞാൻ ദുബായിന്നോ. ഓണത്തിന് വന്നാണോ? നന്നായിട്ട് പഠിക്കുന്നൊക്കെ ഉണ്ടോ? ഓണം എങ്ങനെയുണ്ട്? നല്ല അടിപൊളി. ഓണത്തിന് പുതിയ ഡ്രസ്സൊക്കെ എടുത്തോ? ഓക്കെ, ഓണത്തിന്റെ ഒരു വൈബിലാണ്. ഓണത്തിന് ഭയങ്കര ആഘോഷത്തിലാണ്. വേറൊരു കൊച്ചും എടുക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെ എല്ലാവരും ക്ഷേത്രത്തിൽ ഇങ്ങനെ കാത്തു നിൽക്കുന്നു. ഇനി ചടങ്ങുകൾ നടക്കാനുണ്ട്. ഈ ശീവേലിയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സദ്യയാണ്. ഓണസദ്യ ഉണ്ട് മടങ്ങാൻ വേണ്ടി. ഇനി അതോടുകൂടിയാണ് തൃക്കാക്കരയിലെ ഓണം പൂർണ്ണമാവുക. തീർച്ചയായും കുറച്ചുകൂടി കൊച്ചിയിൽ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷമാണ്. തിയോഫിനാണ് വിവരങ്ങളുമായി ചേർന്നത്.